രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സൗന്ദര്യലഹരി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 6ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിനകത്തുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിക്കും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കണ്ണൻ്റെ രാധ, കൃഷ്ണൻ്റെ രാധ, രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. എല്ലാ 12 മണിക്കും നിങ്ങൾക്ക് കിട്ടും. ചൊവ്വാഴ്ച ഉടൻ തന്നെ വരുന്നുണ്ട്. ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്, എല്ലാ വെള്ളിയാഴ്ചയുമാണ് സൗന്ദര്യലഹരിയുടെ ക്ലാസ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കാം. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ഹിന്ദുക്കൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, അത് ഞാൻ നിരവധി റിസർച്ച് നടത്തിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രാധികാ കവചം 2 ഉണ്ട്, 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമമുണ്ട്, രാധാ മാനസ തന്ത്രമുണ്ട്. അത് രാധാ മാനസതന്ത്രം അൽബയും, പിന്നെ അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയയും പാടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ് കിട്ടും. പുതിയ ഒരു ഉത്തേജനവുമായിട്ട് നിങ്ങൾക്കൊരു ദിവസം ആരംഭിക്കാൻ അത് സഹായിക്കും. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്.
അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് വരാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫീസ് തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. ദൂരെയുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് സൗന്ദര്യ ലഹരി പാടി തന്നിരിക്കുന്നത് മറ്റാരുമല്ല, രാധാ സഹസ്രനാമത്തിലൂടെ നിങ്ങളെ ഹൃദയങ്ങളെ കീഴടക്കിയ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ഒരു അംഗമായി മാറിയ, നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയായ, ശരിക്കും രാധിക കവചം രണ്ടും പാടാൻ രാധാറാണിയെ അനുഗ്രഹിച്ച, രാധാ സഹസ്രനാമം പാടാൻ രാധാറാണി നിയോഗിച്ച, രാധേ രാധേ ചാനലിന് പ്രിയപ്പെട്ട 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 കൃഷ്ണപ്രിയ. അങ്ങനെ കൃഷ്ണപ്രിയ വരികയായി സൗന്ദര്യ ലഹരി പാടാൻ. കേട്ടുകൊള്ളൂ, നിങ്ങൾ കാത്തിരുന്ന ആ മനോഹരമായ നാദം, അതിമനോഹരമായ നാദം, അതിമനോഹരമായ ആലാപനം. കേട്ടുകൊള്ളൂ നമ്മുടെ കൃഷ്ണപ്രിയയുടെ പാട്ട്. ധനുപൗഷ്പം മൗർവേ മധുകരമയീ പഞ്ചവിശിഖ വസന്തസാമന്തോ മലയമരുദായോധനരഥ തഥാപ്യേക സർവം ഹിമഗിരിസുതേ കാമപി കൃപാ അപാംഗാത്തേ ലബ്ധ്വാ ജഗതിതമനംഗോ വിജയതേ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇന്നത്തെ ഈ സൗന്ദര്യ ലഹരിയിൽ അത്യപൂർവമായ ഒരു മന്ത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനല്ല, ശിവഭഗവാൻ പറഞ്ഞ മന്ത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മന്ത്രം കൃത്യമായി ആരാണോ ചൊല്ലുന്നത്, അവൻ നപുംസകമാണെങ്കിൽ പോലും അവൻ്റെ ഷണ്ഡത്വം മാറി അവന് പുത്രനുണ്ടാകും. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണത്. അതുകൊണ്ട് നിങ്ങൾ ആ മന്ത്രം ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഉപാസിക്കുക. അത് അതേ കണക്ക് തന്നെ പുരുഷനും കുട്ടിയുണ്ടാകും, സ്ത്രീക്കും അതുപോലെ തന്നെ കുട്ടി ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ മന്ത്രം എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ധനു പൗഷ്പം മൗർവി മധുകരമയി പഞ്ചവിശിഖ വസന്ത സാമന്തോ മലയമരുദായോ ധനരഥ രഥാപ്യേക സർവം ഹിമഗിരി സുതേ കാമപി കൃപാം അപാംഗാത്തേ ലബ്ധ്വാ ജഗദിത മനം. മനസ്സിലെ ജഗദിത മനം ഗോ വിജയതേ. അർത്ഥം ധനു വില്ല്. അർത്ഥം എഴുതിക്കോ, ധനു വില്ല്. പൗഷ്പം മൃദുവായ പൂവ്, മൃദുവായ പൂവ്. മൗർവി, മൗർവി എന്ന് പറഞ്ഞാൽ ഞാൻ, മൗർവി ഞാൻ. മധുകരമയി വണ്ടിൻ്റെ നിരകൾ, വണ്ടിൻ്റെ നിരകൾ. പഞ്ചവിശിഖ 5 ബാണങ്ങൾ, പഞ്ചവിശിഖ 5 ബാണങ്ങൾ. വസന്ത സാമന്തോ അർത്ഥം മന്ത്രിയാകുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നവനാകുന്നു. മലയമരുത മലയ പർവ്വതത്തിൽ നിന്നുള്ള കാറ്റ്. ആയോധന രഥ അർത്ഥം യുദ്ധം ചെയ്യാനുള്ള രഥം, രഥം. തഥാപി ഇങ്ങനെയെല്ലാമാണെങ്കിലും, തഥാപി ഇങ്ങനെയെല്ലാമാണെങ്കിലും, ഏക ഏക നിസ്സഹായൻ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏക നിസ്സഹായൻ. സർവം എല്ലാം. ഹിമഗിരി സുധേ, ഹിമഗിരി സുധേ പാർവതി, പാർവതി. കാമപി അർത്ഥം നിർവചിക്കാൻ കഴിയാത്ത. കൃപാം അർത്ഥം ദയയെ. അപാംഗത് കടക്കണ്ണിൽ നിന്ന്. തേ ദേവിയുടെ. ലബ്ധ്വ ലഭിച്ചിട്ടും. ജഗദിതം ഈ ലോകത്തിനെ. അനങ്ക ശരീരമില്ലാത്തവൻ,
എന്ന് പറഞ്ഞ കാമദേവൻ, ശരീരമില്ലാത്തവൻ കാമദേവൻ. വിജയതേ, നല്ലവണ്ണം വിജയിക്കുന്നു. അപ്പൊ എന്താ ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ദേവി, നാദരൂപിണി, ഹിമവാന്റെ പുത്രിയായ അല്ലയോ പാർവതീ ദേവി അമ്മേ, അല്ലയോ ആദി പരാശക്തി. കാമദേവന്റെ വില്ലെന്ന് പറയുന്നത് പുഷ്പം കൊണ്ടുണ്ടാക്കിയതാണ്. ഞാനാകട്ടെ വണ്ടുകളെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ്. അമ്പുകളാകട്ടെ 5 പൂക്കൾ കൊണ്ടുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ സഹായി അല്ലെങ്കിൽ മന്ത്രി എന്ന് പറയുന്നത് വസന്തകാലമാണ്. കാമദേവന്റെ തേരെന്ന് പറയുന്നത് മലയപർവ്വതത്തിലെ കാറ്റാണ്. കാമദേവന് കൈയില്ല, കാലില്ല, ശരീരം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇല്ല. അങ്ങനെയൊക്കെ ആയിട്ടും മഹാദേവിയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഈ ലോകത്തെ മുഴുവൻ ജയിക്കാൻ കാമദേവന് സാധിക്കുന്നു. അത് മഹാത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ദേവീ കടാക്ഷം ഉണ്ടെങ്കിൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്നാണ് ഈ ശ്ലോകം കൊണ്ട് നമുക്ക് വെളിവാക്കി തരുന്നത്. അതായത് കാമദേവന് ദേവിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ അപാരമായ മഹിമ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹിമ, ആ മഹിമയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഓർമ്മിക്കണേ, കാമദേവൻ എന്ന് പറയുന്നത് ദേവിയുടെ അതിശക്തമായ ഉപാസകനാണ്. കാമദേവന്റെ ദേവൻ എന്ന് പറഞ്ഞാൽ കാമദേവന് ദേവിയെ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്താരും. അതാദ്യം നിങ്ങൾ അറിയണം. കാമദേവനെ സംബന്ധിച്ചിടത്തോളം ദേവി അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ദേവിയുടെ കഠിന ഉപാസകനാണ് ആരെന്ന് പറയുന്നത് സാക്ഷാൽ കാമദേവൻ എന്ന് മാത്രവുമല്ല, ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ഭേദമായ അനംഗവിദ്യയുടെ ഋഷി ആരാണ്? കാമദേവനാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദേവിയുടെ മന്ത്രം ആദ്യമായി ഉപാസിച്ച് സിദ്ധി നേടുന്ന ആളെയാണ് ഋഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേവിയുടെ മന്ത്രം ഉപാസിച്ച് സിദ്ധി നേടിയ ആളാണ് കാമദേവൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് കഠിനമായ ദേവീ ഭക്തനാണ് കാമദേവൻ. ഈ പ്രപഞ്ചത്തിലെ സകല പുരുഷ ദൈവങ്ങളും ദേവിയുടെ കാരുണ്യത്താലാണ് നിൽക്കുന്നത്. ദേവി ഇല്ലെങ്കിൽ ഈ പുരുഷന്മാരെല്ലാം സീറോയാണ്. സകല പുരുഷ ദൈവങ്ങളും വെറും വട്ടപൂജ്യമാണ്. പാർവതി ദേവി ഇല്ലെങ്കിൽ പിന്നെ ശിവൻ എന്ത് ചെയ്യാൻ പറ്റും? രാധ ഇല്ലെങ്കിൽ പിന്നെ കൃഷ്ണന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ദേവി ഇല്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇല്ലേ? ആദി പരാശക്തി കേട്ടിട്ടില്ലേ? ആദി പരാശക്തൻ എന്നാരെ കുറിച്ചും പറയുന്നില്ലല്ലോ. ഉണ്ടോ? ആദി പരാശക്തൻ എന്നാരെ കുറിച്ചും പറയുന്നില്ല. അപ്പൊ ദേവിയാണ് വലുത്. അതുകൊണ്ടാണ് ഭാരതീയര് ഭാരതാമ്മേ എന്ന് പറയുന്നത്, ഭാരതത്തെ അമ്മയായി കാണുന്നത്. ദൈവത്തിന് സ്ത്രീ സങ്കല്പമാണ്, മറ്റുള്ളവർക്ക് പുരുഷനാണ്. ഇപ്പൊ ക്രിസ്ത്യൻസൊക്കെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾ അങ്ങനല്ല. ഹിന്ദുക്കൾ പറയുന്നത് സ്ത്രീയാണ് സർവസ്വം, സ്ത്രീയാണ് പുരുഷന്റെ ശക്തി. സത്യത്തിൽ പുരുഷന് ശക്തിയില്ല, ആ ശക്തി കൊടുക്കുന്നത് ആരാണ്? സ്ത്രീയാണെന്നാണ് പറയുന്നത്. അപ്പൊ കാമദേവൻ ദേവിയുടെ ഉപാസകനാണ്. ഈ കാമദേവൻ ലോകത്തെ കീഴടക്കിയത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഒരു ദേവി ഉപാസകൻ എന്തൊക്കെ കിട്ടുമെന്നറിയാൻ. അതാണ് ഈ ശ്ലോകത്തിലൂടെ ശിവഭഗവാൻ പറയുന്നത്. ഓർമ്മ വേണേ, നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? ദേവി ഇല്ലെങ്കിൽ പുരുഷദേവൻ ഒന്നുമില്ല. ദേവി ഇല്ലെങ്കിൽ, അതായത് രാധ ഇല്ലെങ്കിൽ കൃഷ്ണൻ ഒന്നുമല്ല. പാർവതി ദേവി ഇല്ലെങ്കിൽ ശിവൻ ഒന്നുമല്ല എന്ന് പറഞ്ഞത് ദിലീപ് സാർ അല്ലേ? ശിവഭഗവാനാണേ. സൗന്ദര്യ ലഹരിയിൽ എഴുതിയ ശ്ലോകമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് കേട്ടിട്ട് സാർ അങ്ങോട്ട് പറയാൻ തുടങ്ങി എന്ന് പറയരുത്. എൻ്റെ അഭിപ്രായമല്ല, സാക്ഷാൽ ശിവഭഗവാൻ വന്നിട്ട് പറയുകയാണ്. ദേവി ഉപാസകൻ, ദേവി ഇല്ലെങ്കിൽ പിന്നെ യാതൊന്നുമില്ല. എന്താണ് ഒരു ദേവി ഉപാസകന്റെ മേന്മ? അതിനു വേണ്ടിയാണ് കാമദേവനെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ നോക്കൂ, ഏത് പുരുഷ ദൈവത്തിൻ്റെയും, അത് കൃഷ്ണനാകട്ടെ ശിവനാകട്ടെ ആരോ ആയിക്കൊള്ളട്ടെ, ഉപാസകനെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും.
ഉപാസകനെ നിങ്ങൾക്ക് ദ്രോഹിക്കാൻ പറ്റും. പിന്നെ കഠിനമാകുമ്പോൾ മാത്രമേ ഭഗവാൻ ഇടപെടത്തുള്ളൂ. അതേസമയം മനസ്സിലായില്ലേ? ഇപ്പൊ കൃഷ്ണന്റെ ഉപാസകനെ ഒരാൾക്ക് ദ്രോഹിക്കാനൊക്കെ പറ്റും, കഷ്ടപ്പെടുത്താനും പറ്റും. ആ ദ്രോഹം അങ്ങ് അതികഠിനമാകുമ്പോഴേ കൃഷ്ണൻ ഇടപെടത്തുള്ളൂ. പക്ഷെ ദേവി ഉപാസകനെ ഒന്ന് മുട്ടി നോക്കേ, അപ്പൊ അറിയാം വിവരം. ദേവി ഉപാസകനെ ഒന്ന് മുട്ടി നോക്കണം, അന്നേരം അറിയാം. കിടക്കപ്പായിന്ന് പിറ്റേന്ന് എന്ത് ചെയ്യത്തില്ല, എഴുന്നേക്കത്തില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോളണേ, കാമദേവൻ ഈ ലോകത്തെ മുഴുവൻ കീഴടക്കി. ഇപ്പൊ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ മുഴുവൻ കീഴടക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ മുഴുവൻ കീഴടക്കിയത് വാളുകൊണ്ടാണ്, അനേകം ജനങ്ങളെ കൊന്നൊടുക്കിയാണ്. എന്നാൽ കാമദേവൻ ലോകത്തെ കീഴടക്കിയത് എങ്ങനെയാണ്? ഇല്ലേ? അലക്സാണ്ടർ ചക്രവർത്തിക്ക് വാളുണ്ട്, കൃഷ്ണന് ചക്രായുധമുണ്ട്, അർജുനന് ഗാന്ധീവമുണ്ട്, ശിവന് ശൂലമുണ്ട്. എന്നാൽ കാമദേവനെ സംബന്ധിച്ചിടത്തോളം കാമദേവന്റെ ആയുധം തന്നെ വളരെ രസകരമാണ്. ശരിക്കും ആയുധം കൊണ്ടല്ല, ദേവിയുടെ ഉപാസന കൊണ്ടാണ് കാമദേവൻ ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയത്. ഇനി എന്താ കാമദേവന്റെ ആയുധം? ഇല്ലേ? കൃഷ്ണന്റെ ആയുധം അറിയാം, ചക്രായുധമാണ്, കഴുത്ത് കണ്ടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? ലോകത്തെ കീഴടക്കാൻ ഇറങ്ങിയത്. കാരണം ആ ധർമ്മം സ്ഥാപിക്കാൻ ആരും എതിർക്കില്ല, പേടിയാണ്. ഈ ചക്രം, ശിവന് ശൂലമുണ്ട്. പക്ഷേ നമ്മുടെ കാമദേവന്റെ ആയുധം എന്താണെന്നറിയാവോ? വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പും വില്ലുമാണ് കാമദേവന്റെ ആയുധം. അതിലെ വില്ല് വലിയ രസമാണ്. കാമദേവന്റെ വില്ല് പൂക്കൾ കൊണ്ടുണ്ടാക്കിയതാണ്. പൂക്കൾ കൊണ്ടൊരു വില്ലുണ്ടാക്കിയാൽ അതിനെന്ത് ബലമാണുള്ളത്? നന്നായിട്ടൊന്ന് അമർത്തി പിടിച്ചാൽ പൂവെല്ലാം കൂടെ പൊഴിഞ്ഞു പോകത്തില്ലേ? നേരെ ചൊവ്വേ ഒന്ന് പിടിക്കാൻ പറ്റത്തില്ല, അതൊന്ന് വളയ്ക്കാൻ പറ്റത്തില്ല. വളച്ചു കഴിഞ്ഞാൽ പൂക്കളെല്ലാം ഊർന്നു പോകും. അങ്ങനെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു വില്ല് മാത്രമാണ് ആരുടെ ആയുധം? കാമദേവന്റെ ആയുധം. മനസ്സിലായില്ലേ? ഇനി അതിനകത്തെ ഞാണെന്ന് പറഞ്ഞാലോ, വണ്ടുകളുടെ നിര. വണ്ടുകൾ കൊണ്ടാണ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വണ്ടെന്ന് പറഞ്ഞാൽ ഒരു വണ്ടിൻ്റെ കൂടെ ചേർന്ന് മറ്റേ വണ്ട് വരത്തില്ല, അത് ഒന്നിനോടൊന്നും ഒട്ടത്തില്ല. ഈ വണ്ടിനെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഞാൻ വലിക്കുന്നത്? അപ്പൊ കാമദേവന്റെ കയ്യിലിരിക്കുന്ന ഞാണെ ഇങ്ങനൊന്ന് വലിക്കാൻ പറ്റത്തില്ല, കാരണം അത് മുഴുവനും വണ്ടാണ്. വണ്ടിന്റെ പുറത്ത് പിടിച്ച് എങ്ങനെ വലിക്കാൻ പറ്റും? അങ്ങനെ വലിച്ചാൽ തന്നെ അതിന് എന്ത് ആയം കിട്ടും? പിന്നെ ആകപ്പാട് ഇപ്പൊ അർജുനന്റെ ഗാന്ധീവത്തിലാണെങ്കിൽ ആയുധം എപ്പോഴും കാണും, അമ്പുകളുടെ ഒരു കൂടാരമാണ്, ആവനാഴി ഒരിക്കലും പറ്റില്ല. പക്ഷെ കാമദേവന് അങ്ങനെയാണ് അർജുനൻ കുരുക്ഷേത്രം ജയിച്ചത്. പക്ഷെ കാമദേവൻ ലോകത്തെ കീഴടക്കിയ കാമദേവന്റെ കയ്യിൽ 5 അമ്പേ ഉള്ളു. ആ അമ്പെന്ന് പറയുന്നത് ഏതാണ്? പൂക്കൾ കൊണ്ടുള്ള അമ്പ്. ഒരമ്പ് താമരപ്പൂ കൊണ്ട്, രണ്ടാമത്തെ അമ്പ് അശോക പുഷ്പം കൊണ്ട്, മൂന്നാമത്തത് ചൂതം കൊണ്ട്, പുഷ്പത്തിന്റെ പേരാണ്. നാലാമത്തത് നവമാലിക എന്ന പുഷ്പം, അഞ്ചാമത്തത് നീലോൽപ്പലം എന്ന പുഷ്പം. പൂക്കൾ കൊണ്ടുള്ള അമ്പാണ്. ഇതിൽ ഒരിക്കലും ഒരാളുടെ ശരീരത്തെ തുളച്ചു കയറാൻ കഴിയില്ല. ഒരാളുടെ ദേഹത്ത് കൊണ്ടാൽ കൊള്ളുന്നാക്ക് തൻ്റെ ദേഹത്ത് കൊണ്ടു എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മൃദുവായതാണ്. പിന്നെ എല്ലാവർക്കും യുദ്ധതന്ത്രങ്ങളും മെനയാൻ ഒരാളുണ്ടായിരിക്കും. പക്ഷേ മന്മഥനെ സംബന്ധിച്ചിടത്തോളം, കാമദേവനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മന്ത്രിയില്ല. വസന്തകാലമാണ് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നത്. ആകെ വസന്തകാലത്താണ് ആ കാമദേവൻ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നത്. അപ്പൊ യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവരെ പോലെ ഒരു മന്ത്രി പോലുമില്ല. ഇനി കൃഷ്ണനും മറ്റുള്ളവർക്കും എല്ലാം ഏതുണ്ട്? തേരുണ്ട്. പക്ഷേ കാമദേവൻ ഒരു തേരുമില്ല. കാമദേവന്റെ തേരെന്ന് പറയുന്നത് മലയപർവ്വതത്തിലെ കാറ്റാണ്. ഈ കാറ്റിന്റെ പുറത്ത് കയറിയാണ് ചെല്ലേണ്ട സ്ഥലങ്ങളിലൊക്കെ ആര് ചെല്ലുന്നത്? കാമദേവൻ. അപ്പൊ ചൊവ്വേ നേരെ ഒരു തേരു പോലുമില്ല. പിന്നെ കാമദേവനെ അമ്പ ചെയ്യണമെങ്കിൽ കയ്യും കാലും ഒക്കെ വേണ്ടേ? കയ്യും ഇല്ല, കാലും ഇല്ല. കാരണം ശരീരം ഉണ്ടെങ്കിലല്ലേ കയ്യും കാലും വരുന്നുള്ളൂ. അപ്പൊ കാമദേവനെ സംബന്ധിച്ചിടത്തോളം ശരീരം പോലും ശിവൻ ഭസ്മമാക്കി കളഞ്ഞു. അപ്പൊ കാമദേവന് ഏതില്ല? ശരീരം പോലുമില്ല. അപ്പോൾ
ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ദേവി ഉപാസനയുടെ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെയാണ് അറിയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നേട്ടെ. ഒരാൾക്ക് കയ്യും ഇല്ല, കാലും ഇല്ല, ശരീരം തന്നെ അയാൾക്കില്ല. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിന്നെ അയാളുടെ അമ്പെന്ന് പറയുന്നത്, അയാളുടെ വില്ലെന്ന് പറയുന്നത് പൂക്കൾ കൊണ്ട്, ഞാണെന്ന് പറയുന്നത് വണ്ടുകൾ കൊണ്ട്, ആകെ 5 അമ്പാ ഉള്ളത്, അത് പൂക്കൾ കൊണ്ട്. പിന്നെ യുദ്ധതന്ത്രം മെനയാൻ ഒരു മന്ത്രിയില്ല, രഥമില്ല. പകരം മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റിലാണ് സഞ്ചരിക്കുന്നത്. നേരെ ചൊവ്വേ ശരീരം പോലും ഇല്ലാത്ത ഒരാള് ഈ ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്നു. കാമദേവനെ അറിയാത്ത ആരാ ഉള്ളത്? അപ്പൊ ഈ കാമദേവന് എങ്ങനെയാണ് ലോകം മുഴുവൻ കീഴടക്കുന്നത്? ഇനി ലോകം മുഴുവൻ അല്ലല്ലോ, ഭഗവാന്മാരെയും കീഴടക്കുന്നില്ലേ? അഷ്ടപതി വായിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പറയുന്നത്? അഷ്ടപതി സാക്ഷാൽ പരമശിവന്റെ പോലും മനസ്സിളക്കി കളഞ്ഞില്ലേ അല്ലേ? അപാരമായ ശക്തിയുള്ള ഒരാൾ ചെന്ന് പെട്ടെന്ന് അടുക്കാൻ തന്നെ മടിക്കുന്ന ഉഗ്രകോപിയായ പരമശിവന്റെ മനസ്സിളക്കി കളഞ്ഞു. അഷ്ടപതി കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇല്ലേ? എന്താ, കൃഷ്ണനും രാധറാണിയും രണ്ടുപേരും പറയുന്നു കാമദേവന്റെ അമ്പുകളേറ്റു പുളയുകയാണെന്ന് പറയുന്നു. അപ്പൊ സാക്ഷാൽ 14 ലോകവും വാഴുന്ന നാരായണന്റെ മനസ്സ് പോലും ഇളക്കിക്കളയും സാക്ഷാൽ കാമദേവൻ. ഇതെങ്ങനെ സാധിക്കുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ശ്രീവിദ്യാ ഉപാസകനാണ് കാമദേവൻ. ആ ശ്രീവിദ്യാ ഉപാസനയിലൂടെയാണ് കാമദേവൻ സാക്ഷാൽ ഭഗവാന്മാരുടെ ഹൃദയങ്ങൾ പോലും കീഴടക്കിയത്. അതായത് എന്താണ് ഈ ശ്രീവിദ്യാ ഉപാസന എന്ന് ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. ആദിപരാശക്തിയെ രൂപത്തോടും ധ്യാനിക്കാം, രൂപമില്ലാതെയും ധ്യാനിക്കാം. രൂപമില്ലാതെയാണെങ്കിൽ ഒരു ഭയങ്കര പ്രകാശത്തെ സങ്കല്പിക്കണം. ഭയങ്കരമായ ഒരു പ്രകാശമാണ് ആദിപരാശക്തി. പക്ഷേ ഒരു ധ്യാനമൊക്കെ തുടങ്ങുന്ന ഒരാൾക്ക്, പിച്ച വെച്ച് നടക്കുന്ന ആൾക്ക് ഒരു രൂപം അത്യാവശ്യമാണ്. കാരണം നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇപ്പം ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു രൂപം വരും, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു രൂപം വരും, എന്നെ അറിയാവുന്നവർക്ക് ദിലീപ് സാർ എന്ന് പറഞ്ഞാൽ ഒരു രൂപം വരും, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപം വരും. അപ്പോൾ ഒരു ഉപാസകന് ആദ്യം രൂപം വേണം. ഈവൻ നിങ്ങൾക്ക് മെഡിറ്റേഷന് പോലും ആദ്യം ഒരു ചുമന്ന ബിന്ദു ഇട്ട് തരത്തില്ലേ, എന്നിട്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയും. അപ്പൊ ദേവീ ഉപാസന 2 തരത്തിലാണ്. ഒന്ന് രൂപമില്ലാതെ പ്രകാശം മാത്രമായിട്ട് ആരാധിക്കാം. 2 ദേവിക്കൊരു രൂപം കൊടുക്കാം, എന്നിട്ട് ആ രൂപത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആരാധിക്കാം. അങ്ങനെ പരാശക്തിക്ക് രൂപം നൽകുന്ന ആ ഉപാസനാ തന്ത്രത്തെയാണ് ശ്രീവിദ്യാ ഉപാസന എന്ന് പറയുന്നത്. അനന്തമായ ശക്തിയുടെ ഉറവിടമായ ആദിപരാശക്തിക്ക് ഒരു രൂപം നൽകി ആ രൂപത്തെ ആരാധിച്ച്, അങ്ങനെ ആരാധിച്ച് രൂപമില്ലായ്മയായ വലിയ പ്രകാശത്തിൽ ചെന്ന് എത്തിച്ചേരുന്നതാണ് ശ്രീവിദ്യാ സമ്പ്രദായം. നല്ലതുപോലെ മനസ്സിലായല്ലേ? അപ്പൊ ബുദ്ധനൊക്കെ ഒടുവിൽ കണ്ടത് ഈ പ്രകാശമാണ്. ബുദ്ധൻ ഒരു ദൈവത്തിന്റെ രൂപവും കണ്ടിട്ടില്ല എന്ന് ആലോചിക്കുക. ബുദ്ധൻ കണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന അസാമാന്യമായ പ്രകാശത്തെയാണ് ബുദ്ധൻ കണ്ടത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ദേവിക്ക് ഒരു രൂപം നൽകി ആരാധിക്കുന്ന സമ്പ്രദായമാണ് ശ്രീവിദ്യാ സമ്പ്രദായം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കാമദേവന് ദൈവങ്ങളെപ്പോലും കീഴടക്കാൻ പറ്റുന്നു, പക്ഷേ ശരീരവുമില്ല, ആയുധവുമില്ല. അല്ലെ 5 ബാണം, അതൊരായുധമൊന്നും പറയാൻ പോലും പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? ശ്രീവിദ്യാ ഉപാസന കൊണ്ടാണ്. അപ്പൊ ശ്രീവിദ്യാ ഉപാസന ഉണ്ടെങ്കിൽ ശരീരമില്ലാത്തവന് പോലും ലോകത്തെ കീഴടക്കാം. അങ്ങനെയാണെങ്കിൽ ശരീരമുള്ള നിങ്ങളുടെ കാര്യം ആലോചിച്ചു നോക്ക്. ആ ശരീരമുള്ള നിങ്ങൾക്ക് ശ്രീവിദ്യാ ഉപാസനയിലൂടെ എന്തൊക്കെ കിട്ടാം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ദേവിയെ ഉപാസിക്ക്. ഒരിക്കലും ഒരു പുരുഷ ദൈവത്തെ മാത്രം നിങ്ങൾ ഉപാസിക്കരുത്, രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് പുരുഷനെ ഉപാസിക്കാം. ദേവിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പുരുഷ ദൈവത്തെ ഉപാസിക്കാം. രാധാറാണിയെ മുറുകെ പിടിച്ചുകൊണ്ട് കൃഷ്ണനെ ഉപാസിക്കാം. പാർവതി ദേവിയെ മുറുകെ പിടിച്ചുകൊണ്ട് ശിവനെ ഉപാസിക്കാം. മറിച്ചായാൽ രക്ഷപ്പെടത്തില്ലെന്നല്ല, മരിച്ചു കഴിഞ്ഞാൽ കിടന്ന് ഗതി കിട്ടാതെ അലയേണ്ടിയും വരും.
ഇതൊക്കെ പറയുന്ന ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് ദിലീപ് സാറല്ലേ, അത് ഓർമ്മ വേണേ, ശിവഭഗവാനാണേ. എന്നിട്ട് ഇതിനകത്ത് ഒരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ മന്ത്രം 21 ദിവസം 500 ഉരു ജപിക്കുകയും അങ്ങനെ 21 ദിവസം 500 ഉരു ജപിച്ചുകൊണ്ട് ഒരാള് ഈ മന്ത്രം ഒരു തകിടിൽ എഴുതി തന്നിട്ട് ആ തകിടെടുത്ത് അരയിൽ കെട്ടുകയും ചെയ്താൽ ഏത് ഷണ്ഡനും അല്ലെങ്കിൽ നപുംസകത്തിനും ആണും പെണ്ണും കെട്ടവന് പോലും അവന്റെ പുരുഷത്വം വീണ്ടെടുത്ത് പുത്രഭാഗ്യമുണ്ടാകും. സ്ത്രീക്ക് അവളുടെ വന്ധ്യത മാറി പുത്രഭാഗ്യം ഉണ്ടാകും. അത്രയ്ക്ക് ശക്തിയുള്ള മന്ത്രമാണത്. ഇത് നമ്മൾ 21 ദിവസം അടുപ്പിച്ച് ഒരു ദിവസം 500 തവണ വെച്ച് ചൊല്ലുക. അങ്ങനെ യന്ത്രം എഴുതുന്നാളും ഇതുപോലെ ചൊല്ലി ഈ യന്ത്രം എഴുതി നിങ്ങൾക്ക് തന്നത് ധരിച്ചാൽ ഈ പറയുന്നത് നടന്നിരിക്കും. ആ മന്ത്രം ഇതാണ്: ക്ലീം 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 സാധ്യം, ക്ലീം ക്ലീം ക്ലീം. അതായത് ക്ലീം എന്ന് 3 പ്രാവശ്യം, പിന്നെ സാധ്യം അധ്യാപകന്റെ വിദ്യ സാധ്യം, പിന്നെ 3 പ്രാവശ്യം വീണ്ടും ക്ലീം. അപ്പോൾ ക്ലീം 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 സാധ്യം, ക്ലീം ക്ലീം ക്ലീം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ദേവിയുടെ ശക്തി മനസ്സിലായല്ലോ. ഒരായുധവുമില്ലാതെ, ശരീരം പോലുമില്ലാതെ, രൂപം പോലുമില്ലാതെ ഈ ലോകത്തെ കീഴടക്കാൻ കാമദേവന് കഴിയുമെങ്കിൽ ശ്രീവിദ്യാ ഉപാസനയിലൂടെ ശരീരമുള്ള നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായിട്ട് യാതൊന്നും ഉണ്ടാകത്തില്ല. ദേവിയെ ഭജിക്കൂ, ദേവിയെ ഭജിക്കൂ, ആദി പരാശക്തിയെ ഭജിക്കൂ, രാധാറാണിയെ ഭജിക്കൂ. കാരണം ആദി പരാശക്തിക്ക് ഇട്ടിരിക്കുന്ന പേരാണ് പുരാണങ്ങൾ രാധാ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.